പുതിയ ക്യാമറ മേടിച്ചിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണിത്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. GoPro ആയിരുന്നു ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് ചീത്തയായതുകൊണ്ട് തന്നെ പുതിയൊരു ക്യാമറ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ DJI Action 4 മേടിക്കുന്നത്. 5 Pro ആണ് ആക്ച്വലി മേടിക്കാനായിട്ട് നിന്നത്. എന്നാൽ ഏറ്റവും അവസാനം അത് 4ലേക്ക് മാറ്റിയതാണ്. ഇപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പണിയാൻ കൊടുക്കാൻ പോവുകയാണ് ബസ്. അപ്പോൾ ആ ഒരു വഴിയിലേക്കാണ്. വണ്ടി എന്തായാലും റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് കിടക്കുവാണ്. ഓക്കേ, എന്തായി? ഒരു ഹായ് എടുത്തോ? ആ ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ പോവാ? പറഞ്ഞെടുക്കൂ. TV അതാണ്. നമ്മൾ എന്തായാലും TV ക്യാബിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ തട്ടത്ത് പോലെ. ബാക്കിയുള്ള കാര്യം നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ബാക്ക് ഭാഗം ഇതൊക്കെ എന്തായാലും മാറും. നമ്മളിതെല്ലാം മാറ്റാൻ പോവാണ്. പക്ഷെ അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ തട്ടത്തുമല പോയിട്ട് നമ്മുടെ ആ ഒരു TV ക്യാബിൻ വെക്കാം അതിനുശേഷം. അപ്പോൾ എന്താണെന്നുള്ളത് ക്യാബിൻ വെക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള പരിപാടികൾ നമുക്കുള്ളതുകൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മളിങ്ങ് വരാ ചെയ്യുന്നത്. എന്നാലും ആ ഒരു എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്കാവുന്നതൊക്കെ പറഞ്ഞുതരാം. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും, പ്രത്യേകിച്ച് പുതുതായിട്ടൊരു വണ്ടി എടുക്കാനായിട്ട് പോകുന്ന കേട്ടോ. എൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഞാൻ എന്തായാലും ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJIയുടെ തന്നെ മൈക്ക് മിനി എന്നാണ്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം ചെറിയ സാധനമാണ്, പേര് പോലെ തന്നെ കുറച്ച് കുട്ടി സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്തൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. പക്ഷേ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, എൻ്റെ വായിലെടുത്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല പതർച്ച ഫീലിലായിരിക്കും ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. എനിക്ക് ഇപ്പോഴൊരു ആ ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വോയിസ് ഓവർ എടുക്കും. വ്ളോഗ് ഒരിക്കലും ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തില്ല. വോയിസ് ഓവർ കൊടുത്തിട്ട് അത് നമ്മുടെ ചാനലിടും, അത്ര തന്നെ. കാരണം നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും 100%. പ്രത്യേകിച്ച് വണ്ടിയുള്ളവർക്ക്, പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക്, ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക കേട്ടോ. മോട്ടോ വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്തിട്ട് വർഷങ്ങളായിട്ടോ. എനിക്ക് തോന്നുന്നു വർഷങ്ങൾ അല്ല, 1 വർഷത്തിന് മുകളിൽ എന്തായാലും ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് ചാലഞ്ചസ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത്. GoPro യൂസ് ചെയ്ത് ആ ഒരു വേറൊന്നുമല്ല, അടിപൊളി. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ക്യാമറയും അതേപോലെ തന്നെ മൈക്കും ആയപ്പോഴത്തേക്ക്, മൈക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഐഡിൽ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫാവും. അപ്പോൾ അത് എവിടെ ഞെക്കണം എന്നുള്ള 2 ബട്ടൺ ഉണ്ടല്ലോ മൈക്കിൽ. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ഇടയിലോട്ട് വെച്ചേക്കുന്നുണ്ട്. അത് ഊരി എടുത്തിട്ട് വീണ്ടും ഓണാക്കിയിട്ട് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം കുറച്ച് അകത്തോട്ട് കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി അതിനൊരു പരിഹാരം എന്തെങ്കിലും കണ്ടെത്തിയാലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പഠിക്കണം, ഹെൽമെറ്റിൽ വെച്ചിട്ട് എവിടെയാണ് ആ ഒരു ഓൺ ഓഫ് ബട്ടൺ എന്നുള്ളതും എത്ര നേരം കൊണ്ടാണ് ഇത് ഓണാവുന്നത്. എനിക്ക് തോന്നുന്നു 2 സെക്കൻഡോ 3 സെക്കൻഡോ ആണെന്ന്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇത് ഓണാവുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഏതൊരു സാധനവും നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. പിന്നെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും.
വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല റോഡാണ് ഈ ഒരു ആലങ്കോട് കിളിമാൻ റോഡെന്ന് പറയുന്നത്. സമയം കണ്ടോ, 11 മണിയായിട്ടും വലിയ തിരക്കൊന്നുമില്ല. ക്യാമറയിൽ എന്തായാലും ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം, അത് സേഫായിരിക്കും. ഗോപ്രോ മേടിച്ച സമയത്ത് തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു പരിപാടി അതാ, ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ലെൻസിലും അതേപോലെ തന്നെ LCD സ്ക്രീനിലും ഞാൻ അങ്ങോട്ട് സ്ക്രീൻ ഗാർഡ് മേടിച്ചങ്ങോട്ട് ഒട്ടിച്ചായിരുന്നു. പിന്നെ അന്ന് പിന്നെ ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ആദ്യമായിട്ട് കിട്ടുന്നൊരു സാധനം. സോ അതിൻ്റേതായിട്ടുള്ളൊരു പുതുമ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പുതുമ ഇല്ലെങ്കിലും ഓക്കെ, പുതിയ സാധനമാണ്, അതിൽ വേറെ സംശയമില്ല. പ്രത്യേകിച്ച് പുതിയ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് DJI മേടിക്കാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡ്വഞ്ചർ കോംബോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചത് 34,990 അങ്ങനെ എന്താണ് അതിൻ്റെ വില ആയിരുന്നത്. അതായത് 35,000 രൂപ. 35,000 രൂപയ്ക്ക് എനിക്ക് 3 ബാറ്ററി അടക്കമാണ് കിട്ടിയത്. ആകെ ഇതിലില്ലായിരുന്നത് ഗോപ്രോയിലാണെങ്കിൽ നമുക്ക് ഒരു SD കാർഡ് കിട്ടും, 32 GB സംതിങ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സാധനം ബാക്കിയുള്ള എല്ലാം ഇതിലുണ്ട്. ബാറ്ററി ആണെങ്കിലും, ഇനി അതല്ല നമുക്ക് ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേസ് ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും നമ്മൾ ഗോപ്രോയ്ക്ക് എന്ന് വെച്ചാൽ എക്സ്ട്രാ ബാറ്ററി, ഞാൻ ഈയിടയ്ക്കും ഒരു എക്സ്ട്രാ ബാറ്ററി മേടിച്ചതാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗോപ്രോ അടിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് ഫേസ്ബുക്ക് മാർക്കറ്റിലോ OLX-ലോ ഒക്കെ ഇട്ട് വിൽക്കേണ്ടി വരും. പിന്നെ Hero 8 ഇപ്പോൾ ആരും ഇല്ല താനും, അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ മെയിനായിട്ട് ഗോപ്രോ മേടിക്കാത്തതിൻ്റെ കാര്യമാണ്, ഇപ്പോൾ ഉള്ള ആക്സസറീസ് എല്ലാം Hero 8-ൻ്റെ ആണ്. എന്നാൽ മൈക്കിൻ്റെ അഡാപ്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ബാറ്ററി, ചാർജിങ് കേസ്, അപ്പോൾ അതെല്ലാം ഞാൻ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ കിളിമാനൂർ കേട്ടോ, ഇതൊരു ചെറിയ ടൗണാണ്, പക്ഷേ വലിയ തിരക്ക് ഇവിടെ അങ്ങോട്ട് അനുഭവിക്കുന്നില്ല. MC റോഡിനോട് ചേർന്ന് കിടക്കുന്ന ടൗണാണ്. ട്രിവാൻഡ്രം, ലെഫ്റ്റ് പോയാൽ കടയ്ക്കൽ, നമ്മുടെ കൊട്ടാരക്കര, ആ വഴി പോവാം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ തട്ടത്തുമല നമ്മുടെ നിലമേൽക്ക് മുന്നെയാണ്. അങ്ങോട്ട് പോണ്ട, നിലമേലൊരു പോണ്ട.
തട്ടത്തുമല എത്തി. ഓ, ഇത്ര അടുത്തായിരുന്നു കേട്ടോ. ഞാൻ ആ ബോർഡ് കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ വിട്ടുപോയനെ. ഇനി എന്തായാലും ബിബിനൊന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്ഥലം അറിയത്തില്ല. തട്ടത്തുമല ജംഗ്ഷനിൽ തന്നെ കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ കയറിയതിന് ശേഷം. ബോണറ്റ് കവറും പെട്ടി, ടി വി ക്യാബിൻ. സമയമാണ് പ്രശ്നം. ടി വി ക്യാബിൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം കൂടെ ചെയ്യാൻ പറയൂലായിരുന്നു. പണികൾ എന്തായാലും നല്ല തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വണ്ടി ഇന്ന് കയറ്റത്തില്ല, അത് വേറെ കാര്യം. ഒരാഴ്ചക്കകത്ത് നമ്മുടെ വണ്ടി തരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു 10 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വണ്ടിയുടെ പണി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കാരണം നിങ്ങളിനി നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഇനി എന്തോ ഒരു ക്രെയിൻ്റെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി നമ്മളൊന്ന് ഇടാൻ വേണ്ടി വന്നതാണ്. 1 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വിജനമായ ഏരിയ. വൈകിട്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ ഒരു അല്ലേ, ഈ ഒരു ലുക്കിൽ ഇനി കാണത്തില്ലല്ലോ അളിയാ? ഇല്ല, ഈ ലുക്കിൽ ഇനി കാണത്തില്ല. അതെ, ലുക്കൊന്ന് മാറും ചെറുതായിട്ട്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തല്ലേ ഫുള്ള് ഈ ഡ്രൈവർ സീറ്റിന്റെ ബാക്ക് സൈഡിലേക്ക് വരും. അപ്പോൾ ഇത് മാറ്റൂല്ലേ നമ്മുടെ അല്ലേ, കോപ്പൈലറ്റ് അവിടെ ഒരു ബോക്സ് വരും. ഇവിടെ നമുക്ക് ഒരു ബെർത്ത് പോലെ സംഭവം വരും. ബെർത്ത് പോലെ നമുക്ക് ഈ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേർക്ക് ഇരിക്കായിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ആ ഒരു, ആക്ച്വലി ഈ ഒരു സീറ്റ് നല്ലതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് റോഡ് നല്ല വിസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചല്ലേ എനിക്കൊന്ന് ഏറ്റവും പൊക്കമുള്ള സീറ്റ്, ഹൈറ്റ് കൂടി. അതെ, അത്യാവശ്യം നല്ല. ഞാൻ വൈഡായിട്ട് വണ്ടി ഇറക്കിയ സമയത്തും ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീറ്റായിരുന്നു. എന്തായാലും ഇത് പോകുന്നു അല്ലെ, എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഇത് എടുത്ത് കളയാൻ പറ്റത്തില്ല, എടുത്ത് കളയാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും, കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പുകൾ കൂടുതൽ കിട്ടുക അല്ലേ. അപ്പോൾ ടി വി ഒക്കെ വെച്ചില്ലെങ്കിൽ ആരും കയറത്തില്ല എന്നാണ് നമ്മുടെ ബിബിൻ പറയുന്നത്. ശരിയാണോ? ആണല്ലേ? അപ്പോൾ അതെ, പലരും പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇതാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ സ്പീക്കർ, നമ്മൾ സ്പീക്കറൊന്നും വെക്കത്തില്ലല്ലോ അല്ലേ? ആ പരിപാടി ഇപ്പോഴല്ലേ അല്ലേ? അപ്പൊ ഇപ്പൊ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ടി വി ക്യാബിൻ മാത്രം അല്ലേ? അപ്പൊ നമ്മൾ എവിടാ ചെയ്യുന്നത് ഇപ്പൊ? തട്ടത്തുമലയിൽ എവിടെയാണ്? അത്രേ ഉള്ളൂ. എന്തായാലും ഞാനും പറയുന്നില്ല, നമുക്ക് നോക്കട്ടെ. ഇവരുടെ ഔട്ട്പുട്ട് അല്ലേ അളിയാ? അടിപൊളിയാണെങ്കിൽ നമുക്ക് അവരുടെ പേര് പറഞ്ഞു കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ അറിയാവുന്നവർ ഉറപ്പായിട്ടും കമന്റ് ചെയ്തോളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ മാർക്കോ പോളോ 24 സീറ്റാണ്. എന്തായാലും വണ്ടി നമ്മൾ ഇറക്കിയതിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നതാണ്. സോ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.